നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ IT മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. അവർ മെറ്റയുടെ പേരിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തോടും മോദിയോടും. അതിൻ്റെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ, അതായത് ഈ മെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്ത ഒരു വീഡിയോ ഇവർ നീക്കം ചെയ്തിരുന്നു. പിന്നീട് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ അവരത് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ അവർ കൊടുത്തൊരു വിശദീകരണം, അതായത് സാങ്കേതിക പിഴവ് കൊണ്ടാണ് ഈ വീഡിയോ ഡിലീറ്റായി പോയത്, ഞങ്ങളത് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഈ ന്യായീകരണം പക്ഷേ പാർലമെൻറ്റ് സമിതി അംഗീകരിച്ചില്ല. 3 ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണം, മെറ്റ നേരിട്ട് മാപ്പ് പറയണം, സുക്കർബർഗ് മാപ്പ് പറയണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, പണി പാളി എന്ന് മനസ്സിലായി. ഇങ്ങനെ ഈ 3 ദിവസം സമയം കൊടുക്കുക മാത്രമല്ല, സേഫ് ഹാർബർ എന്നൊരു നിയമ പരിരക്ഷ ഈ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ഈ സേഫ് ഹാർബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം മെറ്റയുടെ പ്ലാറ്റ്ഫോം എന്താണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ വാട്സപ്പ്, ഇത് മൂന്നുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ. ഇവിടെ കോടിക്കണക്കിന് ആളുകൾ പോസ്റ്റും മറ്റുമൊക്കെ കണ്ടൻറ്റായിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായിട്ടുള്ള ഒരുപാട് കേസുകളും മറ്റുമൊക്കെ വരേണ്ട കണ്ടൻറ്റുകൾ വരെ ആളുകൾ അതിലിടുന്നുണ്ട്. അപ്പോൾ ഈ സേഫ് ഹാർബർ എന്ന നിയമപരിരക്ഷ ഉള്ളപ്പോൾ മെറ്റയ്ക്ക് അതിലൊന്നും ഉത്തരവാദിത്വമില്ല. പകരം ആരാണോ ഇടുന്നത് അവർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം. എന്നാൽ ഈ സംഗതി എടുത്ത് കളഞ്ഞാൽ, സേഫ് ഹാർബർ എന്ന നിയമപരിരക്ഷ എടുത്ത് കളഞ്ഞാൽ, പിന്നെ ആര് എന്ത് തോന്നിവാസം പോസ്റ്റ് ചെയ്താലും അതിൻ്റെയൊക്കെ തുല്യമായിട്ടുള്ള പങ്ക് മെറ്റയ്ക്കൂടെ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് കേസുകൾ മെറ്റയ്ക്കെതിരെ വരും. അപ്പോൾ ഇന്ത്യ പോലുള്ള ഇത്രയും വലിയ സോഷ്യൽ മീഡിയ മാർക്കറ്റുള്ള ഈ രാജ്യത്ത് ആയിരക്കണക്കിന് കേസുകൾ അവർക്കെതിരെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതിനെ നേരം കാണും. മാത്രമല്ല, ഇതുപോലെ ഒരു രാജ്യത്തിനെ വെറുപ്പിക്കാൻ ബുദ്ധിയുള്ള ആരും തയ്യാറാവില്ല. അവരെത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും തടി ഊരാനേ ശ്രമിക്കും. നമുക്കറിയാം, മുമ്പ് ടിക്ടോക്ക് പോലുള്ള ആപ്പൊക്കെ ഇവിടെ നിസ്സാരമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടും ഈ മെറ്റയുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പൊക്കെ സർക്കാർ നിരോധിക്കുമെന്നല്ല. പക്ഷേ ഇവർക്ക് പണി കൊടുക്കാൻ പല രീതിയിലും പറ്റും. ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് കേട്ടാൽ ഈ സേഫ് ഹാർബർ എന്ന് പറഞ്ഞാൽ നിയമപരീക്ഷ എടുത്തു കളഞ്ഞാൽ എന്താ പ്രശ്നം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെ പ്രശ്നമായിരിക്കും അവർക്ക്. അത്രയേറെ കേസുകൾ അവർക്ക് നേരിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ കോടതിയിൽ ആളെ വെച്ച് വാദിക്കുകയും ഈ നൂലാമാലകളുടെ പുറകെ നടക്കാനേ പിന്നെ നേരം കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാണിംഗ് കൊടുത്തു, 3 ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണം. മണിക്കൂറുകൾക്കകം അവർ മന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഇപ്പം മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുറകെ ഇനി മാർക്ക് സുക്കർബർഗിൻ്റെ മാപ്പും കൂടെ വരും. കാരണം ഇതിനകം തന്നെ അയാൾ ഓൾറെഡി ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അത് പക്ഷേ ഈ മോദിയുടെ വീഡിയോ ഡിലീറ്റായ വിഷയമല്ല. മോശം കണ്ടൻറ്റുകൾ, കുട്ടികളെ ഒക്കെ ചേർത്തിട്ടുള്ള മോശം കണ്ടൻറ്റുകൾ ആ പ്ലാറ്റ്ഫോം വഴി, അതായത് മെറ്റയുടെ പ്ലാറ്റ്ഫോം വഴി ഇന്ത്യയിൽ കുറേ പ്രചരിച്ചു കഴിഞ്ഞു. അതിൻ്റെ പേരിലാണ് അയാൾ ഒരു മാപ്പ് പറഞ്ഞത്. ഇനി ഈ മാപ്പ് കൂടെ പുറകെ വരും, അയാൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയുള്ള മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി ഈ വാർത്ത പുറത്ത് വന്ന് മണിക്കൂറുകൾക്കകം അവർ നേരിട്ട് പോയി കണ്ടു, പുറത്തിറങ്ങി മെറ്റയുടെ പേരിൽ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് അവർ. പക്ഷേ ഇവിടെ കൊണ്ട് പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ല. സുക്കർബർഗ് തന്നെ ഒരുപക്ഷെ നേരിട്ട് മാപ്പ് പറഞ്ഞേക്ക്, നേരത്തെ മറ്റൊരു വിഷയത്തിൽ പറഞ്ഞതുപോലെ. കാരണം ഇന്ത്യ പോലെ ഇത്രയേറെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇപ്പോൾ ചൈനയ്ക്കൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ സ്വന്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെയാണ്. അവിടെയൊക്കെ ഈ യൂട്യൂബ് പോലും നിരോധിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ളൊരു സ്ഥലത്ത് കുറച്ച് ദിവസമെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ അത് കോടാനുകോടിയുടെ നഷ്ടമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല, ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് കോടതി നടപടികളുമായിട്ട് കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മെനക്കെട്ട പണിയാണ്. അപ്പോൾ അവർക്കറിയാം, മാപ്പ് പറഞ്ഞ് തടി ഊരുന്നതായിരിക്കും നല്ലത് എന്ന തീരുമാനത്തിലാണ് അവർ. മാത്രമല്ല, അവരുടെ ആദ്യ വിശദീകരണം പാർലമെൻ്ററി സമിതി അംഗീകരിച്ചില്ല. അതുപോരാ, മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഒരർത്ഥത്തിൽ തെണ്ടിത്തരമല്ലേ അവർ കാണിച്ചത്. വേൾഡ് റെക്കോർഡ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ ആ വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസ്. ലോകത്ത് മറ്റൊരു വ്യക്തിക്കും അത്രയും വ്യൂസ് കിട്ടിയിട്ടില്ല. 360 മില്യൺ എന്തോ പോയി. അതായത് 36 കോടിക്ക് മുകളിൽ ആളുകൾ ആ സാധനം കണ്ടു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ആ വീഡിയോ ആണ് അവർ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ എടുത്ത് കളഞ്ഞത്. എന്നിട്ട് പിന്നെ രണ്ടാമത് കൊടുത്തിട്ട് സാങ്കേതിക പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഴകുഴമ്പൻ മറുപടി അവർ പറയുകയുണ്ടായി. അപ്പോൾ അത് പോരാ, മാപ്പ് പറയണമെന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ പാർലമെൻ്ററി സമിതി കട്ടായം പിടിച്ചുകൊണ്ടാണ് അവർക്കിപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നിട്ട് മാപ്പ് പറയേണ്ടി വന്നത്. അല്ലെങ്കിലും ചിന്തിക്കണം, കളിക്കുന്നത് ഇന്ത്യയോടാണ് എന്ന് ചിന്തിക്കണം. ആ ചിന്ത ഇതുപോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നടത്തുന്നവർക്കും ഉണ്ടായിരിക്കണം. കാരണം ഒരു പക്ഷേ പെട്ടെന്ന് അങ്ങ് നിരോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നത് ഇവർക്കായിരിക്കും. ഇപ്പോൾ ഇവരുടെ വീഴ്ച കാത്തിരിക്കുന്ന വേറെയും ചില ആളുകൾ കാണും. അത് അവർ അവസരമാക്കി അവർ ചിലപ്പം വേറെ ഒരെണ്ണം കൊണ്ടുവന്നേക്കും. ഒരു സമയത്ത് ടിക്ടോക്ക് നിരോധിച്ചപ്പോഴും ആ ടിക്ടോക്കിൽ കിടന്ന് പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്നവർ വിചാരിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴും വേറെ പ്ലാറ്റ്ഫോം വന്നു.
ആദ്യം നമുക്കറിയാം ഫേസ്ബുക്ക് ആയിരുന്നു, പിന്നീട് അങ്ങനെ ആണ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഈ വാട്സപ്പ് വരുന്നതിന് മുന്നേ WeChat എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ആപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ഇവിടെ നിരോധിക്കുകയോ കിട്ടാതാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് പോയാൽ ഇത് അവസാനമൊന്നും ആവത്തില്ല, ചിലപ്പോൾ മറ്റൊന്നായിരിക്കും വരുന്നത്. പക്ഷേ ആ കുറച്ച് മണിക്കൂറോ കുറച്ച് ദിവസമോ അതിൽ അഡിക്റ്റായിരിക്കുന്ന ആളുകൾ കുറച്ച് പാനിക്കാവും. പക്ഷേ അത് മാറാനും വലിയ സമയമൊന്നും വേണ്ട. അതിനാൽ അവർക്കറിയാം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സർക്കാരിനോട് ഏറ്റുമുട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ പറയുന്നത് അംഗീകരിക്കുക മാത്രമേ അവരുടെ മുന്നിൽ മാർഗമുള്ളൂ എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ മാപ്പ് പറഞ്ഞത്.